കമല വിഷമിക്കണ്ട, കമലയുടെ മോള് വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ശോഭനെ. ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? എന്താ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? ശോഭനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മോളെയും കൊച്ചുമോളെയും കാണാതായിട്ട് 10 വർഷമായിന്ന്. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ വിചാരിച്ച് എത്ര നാള് കാത്തിരുന്നു. പക്ഷെ ഇപ്പോ കമല വിഷമിക്കണ്ട, കമലയുടെ മോള് വരും. എന്റെ മോള് മോള് ചായ ഇങ്ങോട്ട് കൊടുക്ക്. ഇതാരാ വന്നിരിക്കുന്നെന്ന് കണ്ടോ? എന്റെ സമൃദ്ധമോളെ ഇപ്പൊ ഈ വീടിന്റെ ഐശ്വര്യം. സമൃദ്ധിയല്ല ശോഭന, എന്റെ അച്ഛനും മോള. ഞാൻ പ്രസവിച്ചിട്ട് പൊന്നു മോള്. നെല്ലിശ്ശേരി വീടിന്റെ വിളക്കായിരുന്നു അവൾ. അവളുടെ കഴുത്തി കിടക്കുന്ന ഈ താലി എന്റെ സച്ചിമോ കെട്ടിയത്. നോക്കി നിൽക്കാതെ ചായ അങ്ങ് കൊടുക്കും മോളെ. സച്ചിയുടെ അമ്മയെ ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. അമ്മയ്ക്ക് സുഖാണോ? സുഖാണ് മോളെ. എന്റെ മോക്ക് സുഖല്ലേ? ഗൗരിമോള് സ്കൂളിൽ പോയായിരിക്കുമല്ലേ? ആ അതെ, അമ്മുവിന്റെ ഇന്ദുവിന്റെയും എല്ലാ കാര്യങ്ങളും മോളിവിടെ വന്ന് പറയാറുണ്ട്. മോളെക്കുറിച്ച് അല്ല, നിങ്ങളെല്ലാരെയും കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഗൗരിമോളെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ ഒരുപാട് വിശേഷം പറഞ്ഞായിരുന്നു. കുറേ ദിവസമായി ഞാനിങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോഴാ പറ്റിയത്. എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട്. ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ആ മോള് ചെന്ന് ഊണ് റെഡിയാക്ക്. കമല ഊണ് കഴിച്ചിട്ടേ പോവും. ഊണ് കഴിക്കാനൊന്നും സമയമില്ല, എനിക്ക് വേഗം പോണം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്തായാലും എന്നെ കാണാൻ വന്നതല്ലേ, ഇന്ന് ഇവിടെ ഊണ് കഴിച്ചിട്ട് പോയാ മതി. കമല ഇരിക്കേ, ഇരിക്കേ.
കമലെ, ഇനി വിശേഷങ്ങൾ പറ. അത് ആ മോള സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ആ എടി പറ, ശർക്കര വാങ്ങിച്ചോ? ലിസ്റ്റ് കണ്ടില്ലേ? എന്റെ ദൈവം, ഈ പെണ്ണിന്റെ ഒരു കാര്യം. ഞാൻ പറഞ്ഞുതരാം, നീ എഴുതിയെടുത്തോ. വെളിച്ചെണ്ണ 1 ലിറ്റർ, ശർക്കര വേണം. എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോളെ ഒന്നുകൂടെ കാണണം, കണ്ടേ പറ്റൂ. ഡിഷ് വാഷോ? അതും കൂടി എടുത്തോ. ഇന്നുച്ചയ്ക്ക് സച്ചേട്ടൻ ഉണ്ണാൻ വരുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ദാ അതിനു മുൻപ് ആളെത്തി. ഇവിടെ അടുത്തൊരു ഓട്ടം വന്നതാ. എന്തായാലും 11 കഴിഞ്ഞു. എന്നാ പിന്നെ ഇനി ഉച്ചയ്ക്ക് ഊണും കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. വെറുതെ ഹോട്ടലിൽ കാശ് കളയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അമ്മ എവിടെ? ഒന്നും പറയണ്ട എന്റെ സച്ചേട്ടാ. ഒരിക്കലും പതിവില്ലാത്തതുപോലെ ഏതോ കൂട്ടുകാരിയെ കാണാൻ പോവാണെന്ന് പറഞ്ഞ് രാവിലെ ഏട്ടൻ പോയില്ലേ, അതിന് തൊട്ടു പിന്നാലെ പോയതാ. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നുമില്ല. അതിന് അമ്മയ്ക്ക് നമ്മൾ അറിയാത്ത ഏത് കൂട്ടുകാരികളാ ഉള്ളത്? ഇനി ഇപ്പൊ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവാണെന്ന് തന്നെ ഇരിക്കട്ടെ, അത് എവിടെയാണെന്നൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഒന്നാമത് വയ്യാതിരിക്കുന്ന ആളല്ലേ, വഴിയിൽ എവിടെയെങ്കിലും വീണുപോയാലോ? പറഞ്ഞിട്ട് കേക്കണ്ടേ? നിന്റെ കൈ പിടിച്ച് പോകണ്ട എൻ്റെ മോൾ വേറൊരാളുടെ കൈ പിടിച്ച് ആരെയും തിരിച്ചറിയാതെ. അമ്മയ്ക്ക് ഓർക്കാൻ കൂടി വയ്യട. എത്രയും പെട്ടെന്ന് അവളെ മോളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ആർക്ക് വേണ്ടി അവരെ വിട്ടുകൊടുക്കരുത്. ഇനി അമ്മ അർച്ചനെ കാണാൻ ഗോവിന്റെ വീട്ടിൽ എങ്ങനെ പോയതായിരിക്കോ? ദൈവമേ, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അതാകെ പ്രശ്നമാവുമല്ലോ. ഏട്ടനെങ്ങോട്ടാ? നീ ഭക്ഷണം റെഡിയാക്കുമ്പോഴത്തേക്കും ഞാൻ നമ്മെ നോക്കിട്ട് വരാം. അതിന് എവിടെ പോയെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നേ? ഏതായാലും ഞാൻ നോക്കട്ടെ.